കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. ഇവിടെ എവിടെയാണോ കാണാതായത് ആ പ്രദേശത്ത് നിന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. ഇത് ആരോ കൊണ്ട് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്ത് പേട്ടയിൽ നിന്ന് കാണാതെ പോയ മേരി എന്ന കുഞ്ഞിനെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ രക്ഷപ്പെടുത്തി കയ്യിലേക്ക് കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. ये माँ आप धन्यवाद देते हो प्रभु को। हाँ मिल गया बच्चा। क्या कहें पागल हो गया, संदीप पागल हो गया, मर जाएगा। मिल गया, प्रभु को धन्यवाद देते उसको, पिता को धन्यवाद देते उसको। माँ बाप पूरे पागल हो गया। അങ്ങനെ അതായത് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് കാണാതെ പോയ മേരി എന്ന കുഞ്ഞിനെ 2 വയസ്സുകാരിയെ പോലീസുകാർ തന്നെ റെസ്ക്യൂ ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ഇനി മറ്റുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് കാണാതായ സ്ഥലത്ത് അടുത്തുള്ള അതായത് ബ്രഹ്മോസിന്റെയും എയർപോർട്ടിന്റെയും തൊട്ടടുത്ത് ശംഖുമുഖത്തിന്റെ അടുത്താണ് ഓൾ സെയിൻസിൽ വെച്ചാണ് ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. ഇവർ സാധാരണ രീതിയിൽ കിടക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നാണ് കാണാതാകുന്നത്. അവിടെ നിന്ന് അതിന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ഇപ്പോൾ കുഞ്ഞിനെ പോലീസ് ഉദ്യോഗസ്ഥനെ റെസ്ക്യൂ ചെയ്തിരിക്കുന്നത്. എങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളതൊന്നും വിശദമായി പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ കുട്ടിയെ കിട്ടിയ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തിട്ട് പോവുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇത് ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിലായവർ തന്നെയായിരിക്കും ഇത്തരത്തിൽ സാർ ഇത് എങ്ങനെയാ കിട്ടിയത്? സമ്മർദ്ദത്തിലായവർ തന്നെ കൊച്ചിനെ കൊണ്ട് സുരക്ഷിതമായി ഏൽപ്പിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. കുട്ടിക്ക് നേരിട്ട് കണ്ടപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നന്നായി തന്നെയാണ് കുഞ്ഞിരുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ. എന്തായാലും ഇത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. കുഞ്ഞിനെ പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നടത്തുക എന്നതായിരിക്കും പോലീസിന്റെ ഏതായാലും പ്രയോറിറ്റി. എന്തായാലും ഇപ്പോൾ ഇത്രയും സമയം കാത്തിരുന്ന ആ നല്ല വാർത്ത എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ഇനി പോലീസിന് കഴിയുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം CCTV ഉള്ള ഒരു ഏരിയയിൽ കൂടെ തന്നെയാണ്, റെയിൽവേ ട്രാക്കിന്റെ മറുവശത്ത് നിന്ന് കൂടി തന്നെയാണ് ഇവിടെ കുഞ്ഞിനെ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയെ കണ്ടെത്താൻ ആരായിരിക്കും, സമ്മർദ്ദം കൊണ്ട് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും വൈകിയാണ് കുഞ്ഞിനെ അവിടെ കൊണ്ട് സുരക്ഷിതമായി തന്നെ കൊണ്ട് നിർത്തിയിട്ട് പോയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മേരി എന്ന 2 വയസ്സുകാരിയെ മണിക്കൂറുകൾക്ക് ശേഷം, ഏകദേശം 20 മണിക്കൂറുകൾക്ക് ശേഷമാണ് സുരക്ഷിതയായി കയ്യിൽ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവരുടെ ഫാമിലിയാണ് ഈ കാണുന്നത്. ഖുഷിയെ मैडम, खुशी है, मिल गया, धन्यवाद मैडम। കുഞ്ഞിന്റെ അമ്മൂമ്മയാണ്. हमारा पोती है, यही बच्चा था मैडम, मिल गया, यही बच्चा था। बहुत होकर मम्मी पापा सब पागल हो गया था मैडम, उसी को लिए पागल हो गया था। वो रेलवे फाटक में सर बोला, रेलवे फाटक में छोड़ के भाग गया तो सर गया, वो देखा तो लेकर आया। हम देखे इधर से आप सब दौड़ा तो हम बोले क्या हो रहा है, तो देख रहे हैं तो बच्चा को गोदी में लेकर आ रहा है। हम देखे आप बढ़िया है मैडम, मिल गया। हाँ खुशी है मैडम, मिल गया। ഓക്കെ, എന്തായാലും അവരുടെ വീട്ടുകാർ സന്തോഷം പ്രകടിപ്പിച്ചതാണ്. ഈ കുഞ്ഞ് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത്. ഈ കൊച്ചു തന്നെയാണ് എന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞ് അത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആ കാഴ്ചയാണ് കണ്ടത്. എന്തായാലും നിരവധി മാധ്യമങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഈ ഒരു വാർത്തയുമായി കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം നിരവധി പേരാണ് ഇത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നത്. ഭാഗ്യമെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരിസരം, അതായത് കാണാതായ സ്ഥലത്തിന് സമീപത്ത് നിന്ന് തന്നെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത്. റെയിൽവേ ട്രാക്കിന് സമീപമായിരുന്നു ഈ കുഞ്ഞിനെ കിട്ടിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീട്ടുകാരിൽ ഒരാളെ കൊണ്ടുപോയി തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞാലും ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. ആ കുഞ്ഞിനെ സുരക്ഷിതയായി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അനീഷ് കൃഷ്ണനൊപ്പം നിരവധി പേരിവിടെ കൂടിയിട്ടുണ്ട്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഒരു ഇത്? നമ്മുടെ നാട്ടിൽ നിന്നാണ് ഒരു കുഞ്ഞിനെ കാണാതാകുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം തന്നെയാണോ?
നമുക്ക് പിന്നെ സന്തോഷമല്ല, പിന്നെ വേറെ എന്തിനാ ഉണ്ടാവാൻ. കുട്ടിയെ കിട്ടിയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം. അത് ഹിന്ദിക്കാരല്ല മലയാളിയായിരുന്നാലും ഒരു ജീവനല്ലേ, അത് ഇപ്പൊ രക്ഷപ്പെട്ട് കിട്ടിയത് വലിയ സന്തോഷം. അത് നാട്ടുകാരെല്ലാരും കൂടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇത്രയും നേരം എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിരുന്നു ഈ കുട്ടിയെ കിട്ടാൻ. എത്ര സ്റ്റെപ്പ് പോലീസുകാർ ട്രാക്ക് വഴി പോയതാണ്. ഇപ്പൊ ഈ സന്ധ്യ സമയത്ത് നമ്മളോട് അങ്ങനെ ആരോഗ്യത്തോടെ എന്തോ കൊണ്ട് ഇപ്പോഴെന്തോ കൊണ്ട് ആക്കിട്ട് പോയതായിരിക്കും. ഓരോ വീടും അരിച്ചു ഞങ്ങൾ കണ്ടു നല്ല രീതിയിൽ പോലീസ് റെയിൽവേ ട്രാക്കിൽ അടക്കം അരിച്ചു പറക്കുന്നുണ്ടായിരുന്നു. അവര് കംപ്ലീറ്റ് അരിച്ചു പറക്കുന്നുണ്ട്. ഉറക്കമൊന്നും ഇല്ലാതെ ഇവിടെ ഇതിന് വേണ്ടി ഈ കൊച്ചിന് വേണ്ടി മെനക്കെട്ട് നിൽക്കുക തന്നെ. ഈ ഒരു സംഭവത്തിന് ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ നാട്ടുകാരും പോലീസും മറ്റുള്ള ആൾക്കാരെല്ലാം വളരെയധികം ടെൻഷനാണ്. കാരണം നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിന് യാതൊരു തുമ്പും കിട്ടാതെ ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിഷമമാണ്. കാരണം നമ്മുടെ ഇടയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മക്കൾക്ക് സംഭവിച്ചതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു അന്യ സംസ്ഥാന ആൾക്കാരാകുമ്പോഴത്തേക്കും നമ്മൾ അവരെ വളരെ കരുതലോടെയാണ് അവരെ എടുക്കേണ്ടത്. കാരണം അവര് 2 വയസ്സായ ഒരു കുഞ്ഞെന്ന് മാത്രമല്ല, ഈ 2 വയസ്സായ കുഞ്ഞിനെ എത്രമാത്രം ഏത് രീതിയിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് വളരെയധികം നിർണായകമായിട്ട് വളരെയധികം കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം ക്യാമറയുണ്ട്. ബ്രഹ്മോസിന്റെ അപ്പുറത്തൊരു ക്യാമറയുണ്ട്, ഇവിടെ ഓൾസിൻ ജംഗ്ഷനിൽ ഒരു ക്യാമറയുണ്ട്, ഇവിടെ എല്ലായിടത്തും ക്യാമറ. അപ്പൊ ഈ ക്യാമറകളിലൊന്നും പതിയാതെയും കണ്ട് പോലീസിന്റെ കണ്ണും വെട്ടിച്ചിട്ട് പോകുന്ന പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വളരെയധികം സംശയാസ്പദമായ കാര്യങ്ങളാണ്. അത്രയ്ക്കും വളരെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആൾക്കാരായിരിക്കും ഇത് ചെയ്തത്. അപ്പൊ ഇതൊരു ഏത് ടീം വർക്കാണ് ഇത് ചെയ്തതെന്നുള്ളത് അത് പോലീസ് അന്വേഷിക്കുകയും അവരെ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ കുട്ടി വളരെയധികം അവർക്ക് അറിയാൻ ഈ വഴി മൊത്തം കൃത്യമായിട്ട് നമ്മുടെ ആരുടെയും കണ്ണിൽ പെടാതെ കൊണ്ട് അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. പോലീസ് രാവിലെ തൊട്ട് അവിടെ എല്ലാം ചെക്ക് ചെയ്താ ഇല്ലായിരുന്നു. ഇപ്പോ അവിടെ 2 പോലീസ് പോയ സമയത്ത് എന്തോ സംശയം കരുതി സൗണ്ട് കേട്ടും തോന്നുന്നു. അങ്ങനെ വേറെ പോലീസിനെ വിളിച്ചു 4-5 പോലീസുകാരുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. എന്തായാലും അതിനുള്ള ഭാഗ്യം ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴേ ഈ കൊച്ചിനെ എടുത്തോണ്ട് വരുന്നു. കൊച്ചിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. എല്ലാവർക്കും സന്തോഷമുണ്ട്, നാട്ടുകാരുടെ സന്തോഷം. ഒരു ജീവനല്ലേ, ഒരു ജീവനോടെ കിട്ടിയത് കൊണ്ട് നമുക്ക് വലിയ സന്തോഷം. തീർച്ചയായും നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം കുറച്ചു നേരത്തെയാണ് നമ്മൾ 20 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത് കണ്ടെത്താൻ കഴിയാത്തതിന് തീർച്ചയായും 20 മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താത്തതിൽ പോലീസിനെ വിമർശിച്ചതിനൊക്കെ എന്തായാലും അതിനൊരു നന്ദി കൂടെ ഇവിടുത്തെ ജനങ്ങളൊക്കെ അറിയിക്കുകയാണ്. അതായത് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു തിരച്ചിൽ പോലീസ് നടത്തിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയും അത് കണ്ടെത്തിയിരുന്നില്ല. പക്ഷെ കുറച്ചു മുൻപാണ് ആരോ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തുകയും കുഞ്ഞ് സുരക്ഷിതയായി അവിടെ നിൽക്കുന്നത് കാണുകയും പോലീസ് എടുക്കുകയും ചെയ്തത് ആരോ കൊണ്ട് വന്ന് തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു കുഞ്ഞിനെ കിട്ടി എന്നുള്ളൊരു നല്ല കാര്യമാണ്. അതായത് ഏതൊരു കുട്ടിയായിരുന്നാലും ഇവിടെയുള്ള നാട്ടുകാരും പോലീസും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു പാഠം കൂടിയാണിതെന്നുള്ളത് എടുത്തു പറയണം. കാരണം കേരള പോലീസ് ഏറ്റവും ബെസ്റ്റാണ്. കേരളത്തില് ഒരു പരിപാടി നടക്കൂല. മറ്റുള്ള നാട്ടിൽ നമ്മൾ കേരള പോലീസ് ബെസ്റ്റാണ്. ജനങ്ങൾക്ക് അറിഞ്ഞൂടാ. കേരള പോലീസ് ഉയിർ പണയം വെച്ചാണ് എല്ലാത്തിനും രക്ഷിക്കുന്നത്. അതുകൊണ്ട് കേരള പോലീസിനോട് നമ്മളെ കേരളത്തിലെ ആൾക്കാരോട് നമുക്ക് ഒരു ഭയങ്കരപ്പെട്ട ബഹുമാനമാണ്. കാരണം ഒരു പരിപാടി കേരളത്തിൽ നടക്കില്ല. വെളിനാട്ടിൽ നടന്നാലും കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടപ്പുറപ്പോലെ നമുക്ക് നിൽക്കും. തീർച്ചയായും എന്തായാലും വലിയൊരു സ്ട്രോങ് ആയുള്ളൊരു അന്വേഷണ സംവിധാനവും അത് എത്തിക്കാൻ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി, മാത്രമല്ല ഈ നാട്ടുകാരുടെ ഒരു ഇടപെടലും കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. അവിടെ സുരക്ഷിതയായി കുഞ്ഞിനെ കണ്ടെത്തിയ നാട്ടുകാർ അല്ലെങ്കിൽ അത് പോലീസുകാർ തന്നെയാണോ എന്നുള്ളത് നമുക്കിതുവരെ വ്യക്തമായിട്ടില്ല. ആരായിരുന്നാലും ഇതെല്ലാം വലിയൊരു കൂട്ടായ പ്രയത്നത്തിലൂടെ തന്നെ ആ കുഞ്ഞിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അവരുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെയാണ് ഈ വാർത്ത സ്വീകരിക്കുന്നത്. നിരവധി പേർ ആഗ്രഹിച്ചിരുന്ന ആ വാർത്തയാണ് ഈ രാത്രി 20 മണിക്കൂറുകൾക്ക് ശേഷം മേരി എന്ന 2 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.